കോഴിക്കോട് പാളയത്ത് യുവാവിന്റെ കൊലപാതകത്തിൽ ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്ത് കസബ പോലീസ്. 22-കാരനാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പാളയം പുതിയ കോവിലംപാറയിൽ ബിജുവിനെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശിവദാസ് കന്മനമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ശിവദാസ്, കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തൊക്കെ ഏതാണ്ട് 40-ന് മുകളിൽ മുറിവുകൾ ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായി എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ ഈ 22-കാരൻ കസ്റ്റഡിയിലായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരാണ് ഈ 22-കാരൻ? ഇയാൾ എന്തിന് ഈ കൃത്യം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്? ഗൗതം, ഇപ്പോഴും ഈ 22-കാരനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ 22 വയസ്സുകാരനായ ഈ കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തിനാണ് ഈ യുവാവ് ഈ ബിജുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം പാളയത്തെ നടുക്കിക്കൊണ്ട് നടന്നത്. ബിജു എന്ന വ്യക്തിയെയാണ്, പാളയം സ്വദേശിയായ ബിജു എന്ന വ്യക്തിയെയാണ് കൊലപ്പെടുത്തിയത്. അതായത് ബിജുവിൻ്റെ ശരീരത്തിൽ ഏകദേശം 40ഓളം മുറിവുകൾ കണ്ടെത്തിയിരുന്നു. മുഖത്ത് തന്നെ കത്തി കൊണ്ട് വരച്ച രീതിയിൽ ഏകദേശം 10-ൽ കൂടുതൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. പിറ്റേ ദിവസം വീട്ടുകാർ വാതിൽ തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ വ്യക്തിയെ കണ്ടത്, ബിജുവിനെ കണ്ടത്. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ലഹരി സംഘം ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ പോലീസ് ഇക്കാര്യം തള്ളിയിരുന്നു. അതിനുശേഷം പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബന്ധുവിനെ നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊല നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ലഹരി സംഘമല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള ആരോപണമാണ് വീട്ടുകാർ നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തതോടെ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. ഇത്തരത്തിൽ പാളയത്ത് കോഴിക്കോടുണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ 22-കാരൻ ഈ മരണപ്പെട്ട ബിജുവിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.